നമസ്കാരം. കൊച്ചി കോർപ്പറേഷൻ 23-ാം ഡിവിഷൻ തട്ടാഴം മുൻ കൗൺസിലറായിരുന്ന മണികണ്ഠ രാജ് അനുസ്മരണ സമ്മേളനം സ്മൃതി എറണാകുളം പച്ചാളം ജംഗ്ഷനിൽ എറണാകുളം MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. വടതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലത്തിലെ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർമാരെയും എറണാകുളം MLA TJ വിനോദിനെയും യോഗത്തിൽ ആദരിച്ചു. കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. വടതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PS മണികണ്ഠരാജ് അനുസ്മരണ സമ്മേളനം നടത്തി. RSP നേതാവ് PN സുപ്രന്റെയും അമ്മിണിയുടെയും മകനാണ് മണികണ്ഠരാജ്. ഉജ്ജ്വല വാഗ്മിയും ജനപ്രിയനും തട്ടാഴം 23-ാം ഡിവിഷൻ 2010-2015 വർഷത്തിലെ കൗൺസിലറും എറണാകുളം കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായിരുന്നു. തൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ സാമൂഹിക പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്തി അനുവദിപ്പിക്കുകയും പച്ചാളം ലൂർദ് റോഡ് പുനർനിർമ്മാണം മെട്രോ നിർമ്മാണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതിന് മുൻകൈയെടുക്കുകയും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്നു മണികണ്ഠരാജ്. സമ്മേളനം TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് ഞാൻ മണികണ്ഠരാജിനെ എന്നും കണ്ടിട്ടുള്ളത്. ഈ പ്രദേശത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനപ്രതിനിധിയായിട്ടാണ് ഞാൻ മണികണ്ഠരാജിനെ കണ്ടത്. നമുക്കറിയാം, ഇവിടെ ഒരു പൊതു പ്രശ്നമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ മനസ്സ് പലപ്പോഴും അദ്ദേഹം കാണിക്കുമായിരുന്നു. മണികണ്ഠരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ വാർഡിൽ നിന്ന് അദ്ദേഹം അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയ അടിത്തറയാണ് നമുക്ക് ആ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF ആണ് ഇവിടെ വിജയിച്ചിരുന്നത്. ഇവിടെ അജയത്തിനെ സൂചിപ്പിച്ച പോലെ സാമൂഹ്യ പെൻഷൻ എല്ലാ പാവപ്പെട്ടവർക്കും കിട്ടുന്ന കാര്യത്തിലെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മണികണ്ഠരാജ് എന്ന് പറയുന്നതിൽ നമുക്കെല്ലാം അഭിമാനമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ സേവനം നടത്തിയ ഒരു പൊതുപ്രവർത്തകനെയാണ് നമുക്ക് മണികണ്ഠരാജിൻ്റെ മരണം മൂലം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും വേദനാജനകമാണ്. നമ്മൾ സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. തീർച്ചയായും പ്രിയപ്പെട്ട ആ മണികണ്ഠരാജിന് സർവശക്തന് എല്ലാവിധ രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ മണികണ്ഠരാജിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു RSP നേതാവായി. അപ്പോൾ RSP എന്ന വിപ്ലവ പാർട്ടിയുടെയും ഒരു ചെങ്കൊടിയുടെയും ഷെയ്ഡിലൂടെ കോൺഗ്രസ് പ്രവർത്തനം ആരംഭിച്ച മണികണ്ഠന് എന്തു തന്നെ വന്നാലും ആ വിപ്ലവ വീര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ ആ വിപ്ലവ വീര്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആ വിപ്ലവ വീര്യം കോൺഗ്രസ് പോലെയുള്ള ഒരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയുടെ വിശാലമായ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും ആ വിപ്ലവ വീര്യത്തിൻ്റെ തീനാളങ്ങൾ ജ്വലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായിരുന്നു മണികണ്ഠനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ തീ എന്ന കാര്യം. ആ വിപ്ലവ തീയാണ് മണികണ്ഠൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം. കാരണം അതുകൊണ്ട് തന്നെ KPCCയിൽ നടക്കുന്ന ചർച്ചകൾ, DCCയിൽ നടക്കുന്ന ചർച്ചകൾ, ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ, അന്ന് ആ സോഷ്യൽ മീഡിയ ചർച്ചകളില്ല. ഇവയൊക്കെ നടക്കുമ്പോഴും അതിൽ പാപക്കാകാൻ കഴിയാത്ത മണികണ്ഠൻ എൻ്റെ അടുത്ത് വന്നാണ് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പ്രതികരിക്കുക. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഈ അനുസ്മരണ ചടങ്ങിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ജനപ്രതിനിധികളെ PS മണികണ്ഠരാജിൻ്റെ അനുസ്മരണ യോഗത്തിൽ പ്രത്യേകമായി അവരെ ആദരിക്കുകയാണ്. എറണാകുളം നിയോജക മണ്ഡലത്തിൽ ചരിത്രം കുറിച്ച ശ്രീ TJ വിനോദ് MLA യെയും 22-ാം ഡിവിഷനിൽ ശ്രീ ആൽബർട്ട് അമ്പലത്തിങ്കൽ
23-ാം ഡിവിഷനിൽ ശ്രീ സിബി ജോൺ, 24-ാം ഡിവിഷനിൽ ശ്രീമതി ജിസ്മി ജെറാൾഡ്. യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ജോൺസൺ ഫെർണാണ്ടസ് സ്വാഗതം പറഞ്ഞു. സാധാരണക്കാരായ ആളുകളോടൊപ്പം നിന്ന് അവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ എപ്പോഴും ഓടിയെത്തുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച കൗൺസിലർ നമ്മിൽ നിന്ന് വിടപിരിഞ്ഞിട്ട് 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഓരോ വർഷവും നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുവാൻ ഇവിടെ ഒത്തുകൂടുന്നു. സമ്മേളനത്തിൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ MLA ശ്രീ TJ വിനോദിനെയും മണ്ഡലത്തിൽ നിന്നും മിന്നുന്ന വിജയം കൈവരിച്ച 23-ാം ഡിവിഷൻ കോർപ്പറേഷൻ കൗൺസിലർ സിബി ജോൺ, 24-ാം ഡിവിഷൻ കൗൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജിസ്മി ജെറാൾഡ്, 25-ാം ഡിവിഷൻ കോർപ്പറേഷൻ കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ, 22-ാം ഡിവിഷൻ കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കൽ, ബൂത്ത് പ്രസിഡന്റ് ജോസൺ ലോപ്പസ് എന്നിവരെ ആദരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സനൽ നെടിയതറ, മെട്രോയുമായിട്ട് യാതൊരു കണക്ടിവിറ്റിയും ഇല്ലാത്ത ഈ റോഡ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ശുഷ്കാന്തിയോടുകൂടി നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്നും ശ്രീ ലൂഡിച്ചേട്ടൻ്റെ പ്രത്യേകമായ ഒരു ശ്രദ്ധയും കൂടി അത് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നേടിയെടുത്ത വർഷങ്ങളോളം യാതൊരു കേടുപാടും കൂടാതെ പോയി. കഴിഞ്ഞ 5 വർഷം അത് വലിയ ഗതികേടിലേക്ക് പോയി. ഇതിപ്പോൾ നമ്മുടെ സിബി വന്നിട്ടുണ്ട്. അതിൻ്റെ പരിപാലന ചുമതല ഇത് തന്നെ വലിയൊരു കട്ടറായി കിടക്കും. സിബി വളരെ ഏറ്റെടുത്ത കാലഘട്ടത്തിൽ തന്നെ അത് പൂർത്തീകരിച്ച് നമുക്ക് നല്ലൊരു സഞ്ചാരമൊക്കെ. മണികണ്ഠരാജ് അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K രാജൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവാണ് ഞാൻ. വളരെയധികം വേദനയോടുകൂടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം കടന്നുപോയി എന്നുള്ള കാര്യം പോലും തന്നെ ഞാൻ സത്യത്തിൽ ഓർക്കുന്നില്ല. അത്രയധികം ആത്മബന്ധം അദ്ദേഹവുമായി എനിക്കുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ എല്ലാ വിഷയങ്ങളിലും ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും എല്ലാം ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്. ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ പ്രിൻസ് TT, സ്റ്റാൻലി KJ, ആന്റണി പുത്തൻപുരക്കൽ, അഡ്വക്കേറ്റ് ജനോവ, അഡ്വക്കേറ്റ് ജോമോൻ, റിട്ടയർഡ് CDPO ബിന്ദുമോൾ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് മണികണ്ഠരാജൻ അനുസ്മരണ സമിതിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വത്തിലാണ്. ഞങ്ങളുടെ സഹോദരൻ, ഞാൻ മണികണ്ഠരാജൻ്റെ മൂത്ത സഹോദരി ബിന്ദുമോൾ PS, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന സഹോദരനാണ് മൺമറഞ്ഞത്. ഇന്നേക്ക് 5 വർഷം തികയുന്നു. ഞങ്ങളുടെ പിതാവ് ഒരു RSPയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നതോടൊപ്പമാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഈ നാട്ടിൽ ഞങ്ങളെ ഓർക്കുന്ന എൻ്റെ സഹോദരൻ ക്യാൻസർ രോഗത്തിന് ചികിത്സ ചെയ്യുമ്പോഴും ലൂർദ് ആശുപത്രിയിലും അമൃത ആശുപത്രിയിലുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ചികിത്സ നൽകിയിരുന്നത്. അപ്പോൾ വലിയൊരു മേജർ സർജറി കഴിഞ്ഞ് കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലിൽ ആ തെറാപ്പി കഴിഞ്ഞ് ഡോക്ടർ മധു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരും, സുമേഷ് ചാക്കോ, സഞ്ജയ് ഡോക്ടറൊക്കെ നോക്കിയിരുന്നു, ടോണി ഡോക്ടറൊക്കെ. പക്ഷേ ഒരു ദിവസം കീമോതെറാപ്പി കഴിഞ്ഞ് എഴുന്നേറ്റ് മണികണ്ഠരാജനെ കാണുന്നില്ല എന്ന് പറയുന്നു. ആ സമയത്ത് മണികണ്ഠരാജനെ അന്വേഷിക്കുമ്പോൾ മണികണ്ഠരാജൻ താഴെ കൗണ്ടറിൽ പോയി അദ്ദേഹം ഒരു പേഷ്യൻറ്റിന് വേണ്ടി, ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു. ഇതുപോലെ ക്യാൻസർ വന്ന ഒരു കീമോതെറാപ്പി എടുക്കുന്ന കുഞ്ഞിന് വേണ്ടി. അപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് മണികണ്ഠരാജൻ വിശ്രമിക്കാതെ നടന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും തൻ്റെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഉത്തരവാദിത്വത്തോടെ നോക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ കാര്യങ്ങളിൽ ശക്തമായി ഇടപഴകാൻ എൻ്റെ സഹോദരന് കഴിഞ്ഞിരുന്നു. CJ ജോർജ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മണ്ഡലം പ്രസിഡൻ്റാണ് സ്മൃതി എന്ന പേരിൽ മണികണ്ഠരാജനെ നമുക്ക് എല്ലാ വർഷവും അനുസ്മരിക്കണമെന്ന ഉത്തരവാദിത്വത്തോടുകൂടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് K രാജൻ, അതുപോലെ തന്നെ എൻ്റെ സഹോദരി ഭർത്താവ് സുനിരാജ്, മറ്റെൻ്റെ സഹോദരന്മാരെല്ലാവരും സഹായിച്ചതിൻ്റെ പേരിൽ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇന്നീ ചടങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ആദരിക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ട് വിജയിച്ചു വന്ന ബഹുമാന്യനായ എറണാകുളത്തിൻ്റെ MLA പ്രിയങ്കരനായ ശ്രീ TJ വിനോദ് അവർകളാണ്. ജിസ്മി ജെറാൾഡ്, വടുതലയിൽ നിന്നും വിജയിച്ചു വന്ന ജിസ്മി ഈ ഡിവിഷൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല ഇന്ന് നിർവഹിക്കുന്നത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന കൊച്ചിൻ കോർപ്പറേഷൻ്റെ പദവി കൂടി അലങ്കരിക്കുന്നുണ്ട്. ആൽബർട്ടിൻ്റെ ആ സ്നേഹനിർഭരമായ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടും പ്രതിബദ്ധതയും കൊണ്ട് തന്നെ ആൽബർട്ട് അമ്പലത്തിങ്കൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ, യാതൊരു സംശയവുമില്ല, അദ്ദേഹം മത്സരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുമെന്നാണ്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ജനപ്രിയനായ നേതാവ്,
കൂടാതെ കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന സംഘാടകനും അതുപോലെ മികച്ച ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 23-ാം ഡിവിഷൻ്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ സിബി ജോണാണ്. പ്രിയങ്കരായ ഈ നാട്ടുകാർ കൊടുത്ത സ്നേഹം കൊണ്ടാണ് അവനിവിടെ കൗൺസിലറായി നിയോഗിക്കപ്പെട്ടത്. അതുപോലെ അവൻ്റെ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവന് ആ സ്ഥാനം കൊടുത്തു. അതിന് മുൻനിരയിൽ നിന്ന ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഇത്തരുണത്തിൽ സ്മരിക്കുന്നു. 25-ാം ഡിവിഷൻ കോർപ്പറേഷൻ കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ താൻ ജനപ്രതിനിധിയായിരുന്ന വേളയിൽ 74-ാം ഡിവിഷൻ്റെ സമഗ്ര വികസനത്തിന് അന്ന് 2010-15 കാലയളവിൽ ശ്രീ ടോണി ചമ്മണി മേയറായിരുന്ന കാലയളവിലാണ് മണികണ്ഠൻ 74-ാം ഡിവിഷൻ്റെ കൗൺസിലറായിരുന്നത്. ആ വേളയിൽ ഈ ഡിവിഷൻ്റെ ആദ്യമായിട്ട് BMNBC നിലവാരത്തിൽ ഇവിടുത്തെ റോഡുകൾ എല്ലാം നിർമ്മിക്കുവാൻ മെട്രോ അനുബന്ധ പദ്ധതിയായിട്ട് മണികണ്ഠനെ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിയത് മൂലമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വടുതല മേഖലയിൽ കൊറയാർ റോഡും അതുപോലെ ലൂർദ് ഹോസ്പിറ്റലിന് മുമ്പിലുള്ള റോഡുമൊക്കെ BMNBC നിലവാരത്തിൽ അന്ന് നിർമ്മിക്കാൻ സാധിച്ചത്. അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ അധികം പ്രചാരത്തിൽ അല്ലായിരുന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 800-ലധികം ആളുകൾക്ക് അന്ന് മണികണ്ഠൻ്റെ ഈ കാലയളവിൽ ഇവിടെ ക്ഷേമ പെൻഷൻ നൽകുവാനായിട്ട് മുൻകൈ എടുക്കുകയും അതിൻ്റെ നിരന്തരമായ ഫോളോ അപ്പ് നടത്തുകയും ചെയ്തത് മണികണ്ഠൻ രാജാണ്. 5-ാം വർഷവും ഇത്രയധികം പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ മനോഹരമായ ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിലുള്ള ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൂത്ത് പ്രസിഡന്റ് ജോസൺ ലോപ്പസ് പച്ചാളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവർക്കും വളരെ പ്രിയങ്കരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മണികണ്ഠൻ രാജൻ. ചടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു.